നമസ്തേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ലോകാഭിരാമം രണരംഗനീരം രാജീവനേത്രം രഘുവംശനാഥം കാരുണ്യരൂപം കരുണാകരം തം ശ്രീരാമചന്ദ്രം ശരണം പ്രപദ്ധ്യേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അയോധ്യാകാണ്ഡത്തിലെ ദശരഥൻ്റെ ചരമഭാഗമാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോട് ഉൽത്താപമോടുര ചെയ്തു സുമന്ത്രരും, ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരെ തേരിലേറ്റിക്കൊണ്ടുപോയെൻ തവാജ്ഞയാ, ശൃംഗിവേരാക്യപുരസവിതേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദശാന്തരേ, കണ്ടു തൊഴുതിതു ശൃംഗിവേരാധിപൻ കൊണ്ടുവന്നു ഗുഹൻ, മൂലഫലാദികൾ തൃക്കൈകൾ കൊണ്ടു തൊട്ടു പരിഗ്രഹിച്ച കുമാരന്മാർ ജടയും ധരിച്ചിതു. പിന്നെ രഘുത്തമനെന്നോട് ചൊല്ലിനാൻ, എന്നെ നിരൂപിച്ചു ദുഃഖിയായി കാരുമേ, ചൊല്ലേണമെന്നുടെ താതനോടും ബലാൽ അല്ലലുള്ളത്തിലുണ്ടാകാതിരിക്കണം. സൗഖ്യമയോധ്യയിലേറും വനങ്ങളിൽ മോക്ഷസിദ്ധിക്കും പെരുവഴിയായി വരും. മാതാവിനും നമസ്കാരം വിശേഷിച്ചു ഖേദമെന്നെ കുറിച്ചുണ്ടാകരുതേതും. പിന്നെയും പിന്നെയും ചൊല്ലുക പിതാവതി ഖിന്നനായി വാർദ്ധക്യ പീഡിതനാകയാൽ, എന്നെ പിരിഞ്ഞുള്ള ദുഃഖമശേഷവും ധന്യവാക്യാമൃതം കൊണ്ടടക്കിയിടണം. ജാനകിയും തൊഴുതെന്നോടു ചൊല്ലിനാൻ, ആനന പത്മവും താഴ്ത്തി മന്ദമന്ദം, അശ്രുഗണങ്ങളും വാർത്തു സഗദ്ഗതം, ശ്വശ്രുപാദേഷു സാഷ്ടാംഗം നമസ്കാരം തോണികരേറി ഗുഹനോടുകൂടവേ. പ്രാണവിയോഗേന നിന്നേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറവോളം ഇക്കരെ നിന്നു ശവശരീരം പോലെ, 4-5 നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യ മന്ദം നിവൃത്തനായിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. തത്ര കൗസല്യ കരഞ്ഞു തുടങ്ങിനാൾ, ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം, ഇഷ്ടയായോരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ, മൽപുത്രനെ കാനനാന്തേ കളവതിൻ ഇപ്പാപിയെന്തു പിഴച്ചിതോ ദൈവമേ. ഏവമെല്ലാം വരുത്തി തനിയെ പരിദേവനം ചെയ്വതിനെന്തൊരു കാരണം. ഭൂപതി കൗസല്യ ചെന്നോരു വാക്കുകൾ താപേന കേട്ടു മന്ദം പറഞ്ഞിടിനാൻ, പുണ്ണിലൊരു കൊള്ളി വയ്ക്കുന്നതുപോലെ പുണ്യമില്ലാതെ മാം ഖേദിപ്പിയായിക നീ, ദുഃഖമുൾക്കൊണ്ടു മരിപ്പാൻ തുടങ്ങുമെൻ ഉൾക്കാമ്പുരുക്കി ചമയ്ക്കായിക വല്ലഭേ. പ്രാണപ്രയാണമടുത്തു തപോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം കേൾക്ക നീ ശാപവൃത്താന്തം മനോഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രൗ, സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ അർദ്ധരാത്രോ ശരജാലവും ചാപവും ഹസ്തേ ധരിച്ചു മൃഗയാ വിവശനായി, വാഹിനി തീരെ വനാന്തരേ മാനസേ മോഹനേ നിൽക്കുന്ന നേരമൊരു മുനി, ദാഹേന മാതാപിതാക്കൾ നിയോഗത്താൽ സാഹസത്തോടിരുട്ടത്തു പുറപ്പെട്ടു.
കുംഭവും കൊണ്ടു നീർക്കോരുവാൻ വന്നവൻ കുംഭേന വെള്ളമൻപോടു മുക്കും വിധോ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭി തുമ്പിക്കയ്യിലംബോകമിതി ചിന്തിച്ചുടൻ നാദവേദിനം സായകം സന്തായ ചാവേ ദൃഢമയച്ചീടിനേൻ. ഹാഹാഹദോസ്മ്യഹം ഹാഹാഹദോസ്മ്യഹം. ഹാഹേതി കേട്ടിതു മാനുഷവാക്യവും ഞാനൊരു ദോഷമാരോടുമേ ചെയ്തീല. കേന വാഹന്ത ഹതോഹം വിധേ വൃഥാ. പാർത്തിരിക്കുന്നിതു മാതാപിതാക്കന്മാർ ആർത്തി കൈക്കൊണ്ടു തണ്ണീർക്കുദാഹിക്കയാൽ. ഇത്തരം മർത്യനാദം കേട്ടു ഞാനതി ത്രസ്തനായി തത്ര ചെന്നത്തലോടും തഥാ. താപസബാലൻ പാദങ്ങളിൽ വീണു താപേന ചൊന്നേൻ മുനിസുതനോടു ഞാൻ. സ്വാമിൻ ദശരഥനായ രാജാവു ഞാൻ, മാമപരാധീനം രക്ഷിക്ക വേണമേ. ഞാനറിയാതെ മൃഗയാവിവശനായി ആന തണ്ണീർ കുടിക്കുന്നാദമെന്നോർത്തു ബാണമേതേനതിപാപിയായോരു ഞാൻ. പ്രാണൻ കളയുന്നതുണ്ടിനി വൈകാതെ പാദങ്ങളിൽ വീണു കേണീടുമെന്നോടു ഖേദം കലർന്നു ചൊന്നാൻ മുനിബാലകൻ. കർമ്മമത്രേ തടുക്കാവനല്ലാർക്കുമേ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. വൈശ്യനത്രേ ഞാൻ മമ പിതാക്കന്മാരെ ആശ്വസിപ്പിക്ക നീയേതുമേ വൈകാതെ. വാർദ്ധക്യമേറി ജരാനരയും പൂണ്ടു നേത്രവും കാണാതെ പാർത്തിരുന്നീടുന്നു ദാഹേന ഞാൻ ജലം കൊണ്ടങ്ങു ചൊല്ലുവാൻ. ദാഹം കെടുക്ക നീ തണ്ണീർ കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക. സത്യമെന്നാലവർ നിന്നെയും രക്ഷിക്കും. എന്നുടെ താതനു കോപമുണ്ടാകിലോ നിന്നെയും ഭസ്മമാക്കിയിടുമറിയുക നീ. പ്രാണങ്ങൾ പോകാഞ്ഞു പീഡയുണ്ടേറ്റവും ബാണം പറിക്ക നീ വൈകരുതേതുമേ എന്നതു കേട്ടു ശല്യോദ്ധരണം ചെയ്തു. പിന്നെ സജ്ജലം കലശവും കൈക്കൊണ്ടു ദമ്പതിമാരിയ്ക്കുന്നേവിടെ ഇരിക്കുന്നവിടെ കതി സംഭ്രമത്തോടു ഞാൻ ചെല്ലും ദശാന്തരേ. വൃദ്ധതയോടു നേത്രങ്ങളും വേർപെട്ടർദ്ധരാത്രിക്കു വിശന്നു ദാഹിച്ചഹോ. വർത്തിക്കുമെങ്ങൾക്കു തണ്ണീർക്കു പോയൊരു പുത്രനുമിന്നു മറന്നു കളഞ്ഞിതോ. മറ്റില്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തും വൈകിടുവാൻ. ഭക്തിമാനേറ്റവും മുന്നമെല്ലാമതി സ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ. ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധോ വിന്യാസജധ്വനികൾക്കായി. കാൽപ്പെരുമാറ്റം മതീയം തഥാ കേട്ടു താൽപര്യമോടു പറഞ്ഞു ജനകനും. വൈകുവാനെന്തു മൂലം മേ മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാധനം. ഇത്തമാകർണ്യ ഞാൻ ദമ്പതിമാർ പദം ഭക്തിയാ നമസ്കരിച്ചെത്രയും ഭീതനായി. വൃത്താന്തമെല്ലാം അറിയിച്ചിരുന്നേരം പുത്രനല്ലയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്നു പേർ. രാത്രോ വനാന്തേ മൃഗയാ വിവശനായി ശാർദൂല മൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയാ. കുംഭത്തിൽ നീരകമ്പുക്ക ശബ്ദം കേട്ടു കുംഭീവരൻ നിജ തുമ്പിക്കരം തന്നിൽ അമ്പസ്സു കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെയതുമ്പലാൽ. പുത്രനു കൊണ്ട നേരത്തു കരച്ചിൽ കേട്ടെത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ. ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ. കർമ്മമത്രേ മമ വന്നതിദൂതവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതേ. കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പൂക്കു പർണശാലാന്തേ വിശന്ന ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്കു തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ. ഞാനതു കേട്ടുഴറ്റോടു വന്നേനിനി ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം. ശ്രീപാദ പങ്കജമിന്നിയെ മറ്റില്ല പാപിയായോരടിയന്നവലംബനം. ജന്തു വിഷയകൃപാവശന്മാരല്ലോ സന്തതം താപസപുങ്കവാന്മാർ നിങ്ങൾ. ഇത്തമാകർണ്യ കരഞ്ഞവർ എത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിടിനാൻ. പുത്രനെവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം. ഞാനതു കേട്ടവർ തമ്മയെടുത്തതി ദീനതയോടു മകനുടൻ കാട്ടിനേൻ. കഷ്ടമാഹന്ത കഷ്ടം കർമ്മമെന്നവർ
തൊട്ടുതലോടി തനയ ശരീരവും പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു. ഖിന്നതയോടവരെന്നോടു ചൊല്ലിനാൻ, നീ ഇനി നല്ല ചിത ചമച്ചിടണം, തീയുമേറ്റം ജ്വലിപ്പിച്ചു വൈകിടാതെ തത്ര ഞാനും ചിത കൂട്ടിയേനന്നേരം. പുത്രേണ സാകം പ്രവേശിച്ചവർകളും ദഗ്ധദേഹന്മാരുമായി ചെന്നു മൂവരും വൃത്രാരി ലോകം ഗമിച്ചു വാണിടിനാൻ. വൃദ്ധതപോധനന്നേരമെന്നോടു പുത്രശോകത്താൽ മരിക്കെന്നു ചൊല്ലിനാൻ. ശാപകാലം നമുക്കാഗതമായതു താപസവാക്യമസത്യമായും വരാ. മന്നവനേവം പറഞ്ഞു വിലാപിച്ചു പിന്നെയും പിന്നെയും കേണു തുടങ്ങിനാൻ. ഹാ രാമാ പുത്ര, ഹാ സീതേ ജനകജേ, ഹാ രാമാ ലക്ഷ്മണാ, ഹാ ഗുണംബുദേ. നിങ്ങളെയും പിരിഞ്ഞൻ മരണം പുനർ ഇങ്ങനെ വന്നതു കൈകേയി സംഭവം. രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ ബുക്കു സുരാലയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഭരതാഗമന ഭാഗം. ദുഃഖിച്ചു രാജനാരീ ജനവും പുനർ ഒക്കെ വിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠമുനീന്ദ്രനും. മന്ത്രികളോട് മുഴറി സസംഭ്രമം അന്തഃപുരമകമ്പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ, ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു. ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറി ചെന്നു കേകയ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതെ അയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതി വിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയരാജ്യമകമ്പുക്കു നത്വാ യുധാജിത്തിനോടു ചൊല്ലിനാൻ. കേൾക്ക നൃപേന്ദ്ര, വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ഭരതശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യയ്ക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ. ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഏതാനുമൊങ്ങരാപത്തു പെട്ടിതോ താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും. സന്താപമോടയോധ്യാപുരി പുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ഭാതാവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനമകമ്പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്തിയാ നമസ്കരിച്ചിടിനാനന്ദികേ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുത്തായ ഗാഠമാലിംഗ്യമടിയിൽ വച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു. ഭദ്രമല്ലി തൽക്കുലത്തിങ്കലൊക്കവേ മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറകനീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ, താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ, താതനെ പണ്ടു കണ്ടീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതൻ ഉൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങോ പറകുന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയും ചൊല്ലിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ. തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഹാ താതാ ദുഃഖസമുദ്രേ നിമജ്യമാം, ഏതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും
രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരണി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന കിംഫലം. ഈശ്വരകൽപ്പിതമെല്ലാം അറിക നീ, അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ. ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമ കുമാര സീതേ മമ, ശ്രീരാമലക്ഷ്മണ രാമ രാമ. സീതേ ജനകസുതേതി പുനഃ ആതുരനായി വിലാപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോട് ചോദിച്ചാനതെന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും അരികത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൻ. മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ. രണ്ടു വരം മമ തന്നു തവ പിതാ. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നതു മറ്റേതും. ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചേൻ. ശ്രീരാമ രാമ രാമ. സത്യപാരായണനായ നരപതി പൃഥ്വീതലം നിനക്ക് തന്നു രാമനെ കാനനവാസനത്തിനയച്ചീടിനാൻ. ജാനകീദേവി പാതിവൃത്യമാലംബ്യ ഭർത്തൃസമം ഗമിച്ചീടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോട് കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം ബുക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്നു നേരത്തു കൈകേയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴുക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയേൻ ആദി പൂണ്ടിയിടിനാൻ കണ്ടു നിന്നോർകളും. ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ നിസ്ത്രപേ നിർദ്ധയേ ദുഷ്ടേ നിശാചരീ. നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാത മഹാപാവി ഞാനഹോ. നിന്നോടൊരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പിനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവിനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുന്നു. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവിനില്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കരീ. ഘോരമായുള്ള കുംഭീഭാഗമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം. ഇത്തരം മാധരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം ബുക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവ് കൗസല്യയും പുണർനീടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതിധീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിയിടിനാൾ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമായണത്തിൽ ദശരഥൻ്റെ ചരമഭാഗവും അതുപോലെ തന്നെ ദശരഥന് ശാപമുണ്ടാകാനുള്ള കാരണവുമാണ് നമ്മൾ ഇന്ന് വായിച്ച ഭാഗത്ത്. ദശരഥനെ കുറിച്ച് നമുക്കറിയാം. ദശരഥൻ 10 ദിക്കിലേക്കും ഒരുപോലെ യുദ്ധത്തെ നിയന്ത്രിക്കാൻ പ്രാപ്തിയുള്ളത് കൊണ്ടാണ് ദശരഥൻ എന്ന പേരെന്നാണ്. ഈ ദശരഥൻ ഒരു പ്രത്യേകതയുണ്ട്. ശബ്ദം കേൾക്കുന്ന ഭാഗത്ത് യുദ്ധം ചെയ്യാനുള്ള പ്രാവീണ്യമുണ്ട്. അങ്ങനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അസ്ത്രം എയ്തപ്പോഴാണ് കുമാരന് കൊള്ളുന്നത്. അങ്ങനെ ആ കുമാരൻ മരിക്കുകയും അങ്ങനെ അച്ഛനമ്മമാരുടെ സമീപത്തേക്ക് കൊണ്ടുപോവുകയും തുടർന്ന് മകന് ചിത കൂട്ടാൻ പറയുകയും ആ ചിതയിലേക്ക് അച്ഛനും അമ്മയും മകനും ഒരേ സമയത്ത് മരിക്കുന്ന സമയത്ത് പറയാണ്, നീയും പുത്രശോകത്താൽ മരിക്കാൻ ഇടവരട്ടെ എന്നാണ്. ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് കഴിവുകളുണ്ടാവും. ഈ കഴിവുകൾ അനവസരത്തിൽ ഉപയോഗിക്കരുത്. ദശരഥൻ്റെ കഴിവ് അനവസരത്തിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ശാപം വരാനുണ്ടായ കാരണമെന്ന ഒരു തത്വം
ഈ ഭാഗത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഹരി രാമ 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 ഹരി ഹരി, ഹരി കൃഷ്ണ 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 ഹരി ഹരി. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഹേതദ്ധി രാമായണം.